ഹായ് ഗൈസ്, ഇന്ന് ചേട്ടൻ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഏട്ടത്തല വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കറി വെക്കാൻ നമുക്ക് നോക്കാം. ഇനി നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. അത് കാരണം നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കാട്ടാ. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാട്ടാ. ഇതൊരു ബ്രൗൺ കളറാവണം കേട്ടാ. നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാട്ടാ. ചുവന്നുള്ളിട്ടാ, ഉള്ളിയാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാട്ടെ, അത് വേഗം വാടാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല. നമുക്ക് ഉള്ളി വാടുന്നേക്കാളും മുമ്പ് തന്നെ അതിലേക്ക് ആവശ്യമായ മസാലയൊക്കെ ഇല്ലേ, അത് നമുക്ക് അരച്ച് വെക്കാട്ടാ. അപ്പം അതിനായിട്ട് തക്കാളി, സ്പൂൺ മുളക് പൊടി ഇട്ടാ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ ഇട്ടാ, 1 സ്പൂൺ കുരുമുളക് പൊടി, ചില്ലി ആവശ്യത്തിന് ഇട്ടാ, ഇത്തിരി ചുവന്നുള്ളി. ഇനി നമുക്കിത് അരയ്ക്കാം. നന്നായി അരച്ച് പേസ്റ്റ് ആക്കാം കേട്ടോ. നമുക്ക് തുറന്നു നോക്കിയാലേ പേസ്റ്റ് ആയി ഒന്ന് നോക്കാം കേട്ടോ. കണ്ട ഈ പരിവാകുമ്പോൾ നമുക്ക് നിർത്താം. ഇപ്പൊ ചുവന്നുള്ളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ആഡ് ചെയ്യാം കേട്ടാ. അത് നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഏട്ടത്തല ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏട്ടത്തലൊക്കെ തിന്നിട്ട് എത്ര നാളായി. കല്യാണത്തിന് മുമ്പ് എൻ്റെ അമ്മ വെച്ചിട്ട് കഴിച്ചിട്ടുള്ളതാ. ഇപ്പൊ എന്താണാവോ, കുറേ നാളായി ഏട്ടത്തല വാങ്ങാൻ പറയണു. ഭയങ്കര വിലയല്ലേ. അപ്പൊ ഇന്ന് തൃശ്ശൂർ പോയപ്പോ വാങ്ങി കൊണ്ടുവന്നതാ. നമുക്ക് ഇനി ഇത് ഫിഷ് മസാല ഒന്ന് വെതറി കൊടുക്കാം കേട്ടാ. നമുക്കിതൊന്ന് ഇളക്കാട്ടാ. തീ കുറച്ചിട്ടേ മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാട്ടാ. ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കാട്ടാ. സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തോളാം. അടിപൊളിയാണ് കേട്ടാ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ നിങ്ങളുടെ സ്വന്തം നിതാ അഭിലാഷ്.